ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. IIFCL റിക്രൂട്ട്മെന്റ് 2026 മാനേജർ ആൻഡ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2 ലക്ഷം വരെ സാലറി വരുന്ന പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ എന്താണ് IIFCL? ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006 ടു സപ്പോർട്ട് ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് സപ്പോർട്ട് ചെയ്യാനായിട്ട് 2006 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് IIFCL എന്ന് പറയുന്നത്. ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഇത് മാനേജറിന്റെ ആണ്, ഗ്രേഡ് ബിയിൽ വരുന്ന മാനേജർ പോസ്റ്റിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2 വേക്കൻസിയാണ് വരുന്നത്. അതുപോലെ ST കാറ്റഗറി 1 വേക്കൻസി, EWS ഒരു വേക്കൻസി, അങ്ങനെ ടോട്ടൽ 4 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജനറലിസ്റ്റ് സ്ട്രീം ആണെങ്കിൽ 2 പോസ്റ്റ്, അതുപോലെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ് ആണെങ്കിൽ 2 പോസ്റ്റും, അങ്ങനെ ടോട്ടൽ 4 പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വേക്കൻസി ഡീറ്റെയിൽസ് അസിസ്റ്റന്റ് മാനേജറിന്റെ ആണെങ്കിൽ അത് ഗ്രേഡ് എയിലാണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി 11 വേക്കൻസീസ് ആണ്. SC ആണെങ്കിൽ 8 വേക്കൻസീസ്, അതിൽ PWBD ആണെങ്കിൽ 2 വേക്കൻസീസ്. ഇനി ST കാറ്റഗറി വേക്കൻസി 2, PWBD 1, OBC 6 വേക്കൻസീസ്, PWBD 1, EWS 6 വേക്കൻസീസ്, PWBD 1, അങ്ങനെ ടോട്ടൽ 33 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജനറലിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ 31, അതുപോലെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ് ആണെങ്കിൽ 2 പോസ്റ്റും, ഇങ്ങനെയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ മാനേജറിനും അസിസ്റ്റന്റ് മാനേജറിനും ഒരേ സെയിം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് ആണ് അവർ പറയുന്നത്. ജനറൽ സ്ട്രീം ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ, LLB ഓർ BA LLB 5 ഇയർ ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ CA CS CMA ഇതിലേതെങ്കിലും ആയിരിക്കണം, ഇതും അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE. ഇനി എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ് സ്ട്രീം ആണെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് ഓർ MS. അപ്പൊ ഇതാണ് പറയുന്നത്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സോഷ്യൽ വർക്കിലോ അതല്ലെങ്കിൽ സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സർവീസ് ഇതിലേതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തതായിട്ട് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് നോക്കുവാണെങ്കിൽ മാനേജറിന് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഫിനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ FIS അല്ലെങ്കിൽ PSUs റെപ്യൂട്ടഡ് കോർപ്പറേറ്റ്സിൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി പ്ലസ് ഓവറോൾ മിനിമം 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഓഫീസർ ഓർ എക്സിക്യൂട്ടീവ് കേഡർ. ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്കിലും വേണം. പിന്നെ അല്ലെങ്കിൽ ഇക്വാലന്റ് എക്സ്പീരിയൻസ് ഇൻ ദ സെയിം ഗ്രേഡ് ഓർ ഗ്രേഡ് ബിലോ ഇൻ അനദർ FI ഓർ ബാങ്ക് ഓർ PSU, അല്ലെങ്കിൽ ഇതേ സെയിം ഗ്രേഡിലുള്ള എക്സ്പീരിയൻസ് വേറെ ഏതെങ്കിലും ഒരു ബാങ്കിലോ PSUലോ ഒക്കെ വേണം. ഇനി അസിസ്റ്റന്റ് മാനേജറിനാണെങ്കിൽ മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഓഫീസ് കേഡറിൽ. പിന്നെ എക്സ്പീരിയൻസ് മസ്റ്റ് ബി ഇൻ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, PSUs ഓർ എനി ഓർഗനൈസേഷൻ ഓഫ് റെപ്യൂട്ട്. അപ്പം ഗവൺമെന്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ബാങ്ക്സ് ഇതിലേതെങ്കിലും റെപ്യൂട്ടേഷൻ ഉള്ള ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് റിലാക്സേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഏജ് ക്രൈറ്റീരിയ ക്രൂഷ്യൽ ഡേറ്റ് വരുന്നത് 28 Feb 2026 ആണ്. മാനേജർ ഗ്രേഡ് B ആണെങ്കിൽ മാക്സിമം 40 വയസ്സാണ്. ഇനി അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A ആണെങ്കിൽ മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സും. 21 വയസ്സിൽ കുറയാനും പാടില്ല, 30 വയസ്സിൽ കൂടാനും പാടില്ല. ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ് വരുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ നോക്കുവാണെങ്കിൽ എപ്പോഴത്തെയും പോലെ SC ST 5 വർഷം, OBC നോൺ ക്രിമി ലെയർ 3 വർഷം, PWBD 10 ഇയേഴ്സ്, PWBD OBC ആണെങ്കിൽ 13 ഇയേഴ്സ്, PWBD SC ST ആണെങ്കിൽ 15 ഇയേഴ്സ്, എക്സ് സർവീസ് മെൻ ആണെങ്കിൽ 5 ഇയേഴ്സ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി സാലറി ആൻഡ് ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ മാനേജറിന്റെ പേ സ്കെയിൽ വരുന്നത് ബേസിക് സാലറി സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 55,200 ആണ്. ഇനി അപ് ടു 99,750, 1 ലക്ഷത്തിന് അടുത്ത് വരെ വരുന്നുണ്ട്. ബേസിക് പേ ആണ്, ഇതിന്റെ കൂടെ എലവൻസും കാര്യങ്ങളും ഒക്കെ കൂടും. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് CTC വരുന്നത്
23.5 lakh പെർ ആനം. ഒരു വർഷം 23.5 lakh, അതായത് ഒരു മാസം ഏതാണ്ട് 2 ലക്ഷത്തിന് അടുപ്പിച്ചാണ് സാലറി വരുന്നത്. ഇനി അലവൻസ് നോക്കുവാണെങ്കിൽ ഡിയർനെസ് അലവൻസ്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്. ഗ്രേഡ്, ലോക്കൽ, ഫാമിലി ആൻഡ് സ്പെഷ്യൽ അലവൻസും ഇതിലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയുടെ പേ സ്കെയിലാണ്. സ്റ്റാർട്ടിംഗ് ബേസിക് പേ 44,500 ആണ്. അപ് ടു 89,150 ആണ് ബേസിക് പേ വരുന്നത്. ഇനി അപ്രോക്സിമേറ്റ് CTC വരുന്നത് 19 lakhs പെർ ആനം ആണ്. അതായത് ഒരു മാസം 1 ലക്ഷത്തിന് പുറത്തായിരിക്കും സാലറി വരുന്നത്. ഇനി ഇതിന്റെ ഒരു സ്കെയിൽ പ്രോഗ്രഷൻ ആണ്, ഇങ്ങനെയാണ് പോകുന്നത്. 44,500 പ്ലസ് 2,500 ആഡ് ചെയ്ത് അങ്ങനെയാണ് 89,150 മാക്സിമം ബേസിക് പേ എത്തുന്നത്. ഇനി അലവൻസ് നോക്കുവാണെങ്കിൽ ഡിയർനെസ് അലവൻസ്, HRA, അതർ അലവൻസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യത്തെ ഒരു phase 1 എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. 2 phases ഉണ്ട്, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ മാർക്സ് 100 ആണ്. 60 മിനിറ്റിന്റെ, അതായത് 1 മണിക്കൂറിന്റെ എക്സാം ആണ്. റീസണിങ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സ്, കറണ്ട് അഫയേഴ്സും 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 100 മാർക്സിന് വരുന്നത്. ഇനി ടെസ്റ്റ് 2 ഉണ്ടാവും, അതും 100 മാർക്കിനാണ്, 1 മണിക്കൂർ. അത് ഡൊമൈൻ നോളജ് ആണ്. അതിൽ അവർ പറയുന്ന കുറച്ച് ടോപ്പിക്സുകളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിലുള്ള ഒരു നോളജ് ടെസ്റ്റ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും 100 മാർക്കിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത്. ഇനി phase 2 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഫോമാറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് ബിഹേവിയർ ഇന്റർവ്യൂ ആണ്. 100 മാർക്സ് ആണ് വരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് സ്കോർ ആയിരിക്കും. അതായത് ഓൺലൈൻ എക്സാമിന്റെ 40% ഇന്റർവ്യൂവിന്റെ 60% ചേർത്തിട്ടാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരിക. അപ്പൊ ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ പറഞ്ഞില്ല, അതും കൂടെ ഒന്ന് നോക്കാം. അപ്പം കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 28 ഫെബ്രുവരി 2026 ആണ്, ഏജിന്റെയും ക്വാളിഫിക്കേഷന്റെയും. ഇനി രജിസ്ട്രേഷൻ ഓപ്പൺ ആയ ഡേറ്റ് എന്ന് പറയുന്നത് 18 മാർച്ച് ആണ്. മാർച്ച് 18 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ക്ലോസ് ആവുന്നത് 10 ഏപ്രിലാണ്. ഏപ്രിൽ 10 വരെ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുള്ളൂ. ഇനി എക്സാം റിസൾട്ടുകളും വരുന്നത്, എക്സാം മെയ് ജൂണിലായിരിക്കും, റിസൾട്ടുകൾ വരുന്നത് ജൂലൈ ഓഗസ്റ്റിലായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ആപ്ലിക്കേഷൻ ഫീ ആണ്. ഇത് SC ST PWBD ആണെങ്കിൽ ₹100 ആണ് വരുന്നത്. ഇനി UR EWS OBC ആണെങ്കിൽ 600 ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ ആണ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ സെന്റർ നോക്കാം. അപ്പൊ ഇത്രയും സെന്റേഴ്സ് ആണ് നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ, സൗത്ത് ആൻഡ് വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് വരുന്നത്. നമുക്ക് കേരളത്തില് തിരുവനന്തപുരം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സെന്റേഴ്സ് ആണ്, നിങ്ങൾ നോക്കി വെച്ചോളാം. ഇത്രയും എക്സാം സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് www.iifcl.in ചെക്ക് ചെയ്താൽ മതി. അതാണ് രജിസ്റ്റർ ചെയ്യുന്നതും നോട്ടിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അവർക്ക് എന്തെങ്കിലും ക്വയറീസിനോ ഹെൽപ്പിനോ ആയിട്ട് cgrs.ibps.in ആണ് അവരുടെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു ചാൻസ് ആണ്. ഇത്രയും നല്ല സാലറി പാക്കേജും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബുമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എന്തായാലും അപ്ലൈ ചെയ്യുക. താങ്ക്